കളിമൺ പാത്രങ്ങൾ ചുട്ടെടുക്കാൻ ചൂട് താപനില കൃത്യമായി നിയന്ത്രിച്ചുപയോഗിക്കുന്നത് എങ്ങനെയെന്ന് താഴെ വിവരിക്കുന്നു. 800°C മുതൽ 900°C വരെയുള്ള ചൂട് നൽകാൻ പ്രധാനമായും 2 രീതികളാണ് ഉള്ളത്. 1. നാടൻ രീതി, ഓപ്പൺ ഫയറിംഗ്, പിറ്റ് ഫയറിംഗ്. നമ്മുടെ നാട്ടിലെ പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാതാക്കൾ ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇതിന് വലിയ ചിലവില്ല. ചെയ്യേണ്ട രീതി: നിലത്ത് ഒരു ചെറിയ കുഴിയെടുക്കുകയോ അല്ലെങ്കിൽ നിരപ്പായ തറയിലോ പാത്രങ്ങൾ അടുക്കി വയ്ക്കുക. പാത്രങ്ങൾക്ക് ചുറ്റും അടിയിലുമായി വിറക്, ചിരട്ട, ഉണങ്ങിയ മടലുകൾ, വൈക്കോൽ, ഉമി, ചെല്ലി എന്നിവ നിറയ്ക്കുക. ചൂട് നിയന്ത്രിക്കൽ: ഇതിനു മുകളിലായി കരിയിലകളും ചാണകവരട്ടികളും വെച്ച് തീ കൊടുക്കുക. പുക പുറത്തു പോകാത്ത രീതിയിൽ മുകളിലും വശങ്ങളിലും ചാരമോ മണ്ണോ ഉപയോഗിച്ച് നേരിയ രീതിയിൽ മൂടാം. സമയം: തീ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6 മുതൽ 10 മണിക്കൂർ വരെ ഈ ചൂട് നിലനിൽക്കും. പതുക്കെ ചൂടായി 800°C എത്തിയ ശേഷം ചൂള തനിയെ തണുക്കാൻ അനുവദിക്കുക. 2. അത്യാധുനിക രീതി, കിൽൻസ് മൈനസ് ഇലക്ട്രിക് അല്ലെങ്കിൽ ഗ്യാസ് ചൂളകൾ. നിങ്ങൾക്ക് കൃത്യമായ താപനിലയും കൂടുതൽ ഫിനിഷിംഗും വേണമെന്നുണ്ടെങ്കിൽ കിലൻ അഥവാ സെറാമിക് ചൂളകൾ ഉപയോഗിക്കാം. പ്രത്യേകത: ഇതിൽ ഡിജിറ്റൽ മീറ്ററുകൾ ഉള്ളതിനാൽ ചൂട് 850°C ആകുമ്പോൾ തനിയെ ഓഫ് ആകാനോ അല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ തുടരാനോ സെറ്റ് ചെയ്യാം. ഗുണം: പാത്രങ്ങൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പുകയുണ്ടാകില്ല. ചൂട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതീവ പ്രധാനമായ കാര്യങ്ങൾ. ഫയറിംഗ് സ്റ്റേജസ്: 1. വാട്ടർ സ്മോക്കിംഗ്. 100°C മുതൽ 200°C വരെ. തുടക്കത്തിൽ ചൂട് വളരെ പതുക്കെ കൂട്ടാവൂ. പാത്രങ്ങളിൽ ബാക്കിയുള്ള അദൃശ്യമായ ജലാംശം നീരാവിയായി മാറുന്ന ഘട്ടമാണിത്. പെട്ടെന്ന് ചൂട് കൂട്ടിയാൽ പാത്രം പൊട്ടിത്തെറിക്കും. 2. ക്വാർട്സ് ഇൻവേർഷൻ. 573°C. ഈ താപനിലയിലെത്തുമ്പോൾ മണ്ണിലെ സിലിക്കൺ ഘടനയ്ക്ക് മാറ്റം വരുന്നു. ഈ സമയത്തും ചൂട് വളരെ പതുക്കെ മാത്രമേ വർദ്ധിപ്പിക്കാവൂ. 3. ബിസ്ക് സ്റ്റേജ്. 800°C മുതൽ 900°C വരെ. ഈ ഘട്ടത്തിൽ മണ്ണ് പൂർണ്ണമായും കല്ലുപോലെ ഉറയ്ക്കുന്നു. കെമിക്കൽ ബോണ്ടുകളെല്ലാം പൂർണ്ണമാകുന്നതും ഈ ചൂടിലാണ്. ഒരു പ്രധാന നിർദ്ദേശം: പാത്രങ്ങൾ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രമേ ബോൺ ഡ്രൈ ചൂളയിലേക്ക് മാറ്റാവൂ. പാത്രങ്ങൾ വേവിച്ചെടുത്ത ശേഷം ചൂള പെട്ടെന്ന് തുറക്കരുത്. പാത്രങ്ങൾ തനിയെ തണുക്കാൻ കൂൾ ഡൗൺ അനുവദിക്കുക. പെട്ടെന്ന് തണുത്ത വായു തട്ടിയാൽ പാത്രങ്ങളിൽ വിള്ളൽ വീഴാം. നിലത്ത് ഒരു കുഴിയെടുത്ത് വിറകും മറ്റ് പ്രകൃതിദത്ത ഇന്ധനങ്ങളും ഉപയോഗിച്ച് 800°C മുതൽ 900°C വരെ താപനില ഉണ്ടാക്കിയെടുക്കാൻ ഈ രീതിയിലൂടെ സാധിക്കും. അടച്ചുറപ്പുള്ള ആധുനിക ചൂളകൾ പോലെയല്ലാതെ തുറസായ രീതിയിൽ ചുടുന്നതുകൊണ്ട് തന്നെ തീയുടെയും പുകയുടെയും ചലനത്തിനനുസരിച്ച് പാത്രങ്ങൾക്ക് മുകളിൽ മനോഹരമായ പ്രകൃതിദത്ത നിറങ്ങളും ഡിസൈനുകളും കറുപ്പ്, ഓറഞ്ച്, ചാരനിറങ്ങൾ ഇതിൽ ലഭിക്കും. പിറ്റ് ഫയറിംഗ് ചെയ്യുന്നതിനുള്ള ഘട്ടങ്ങൾ താഴെ വിവരിക്കുന്നു. 1. ആവശ്യമായ സാധനങ്ങൾ, ഇന്ധനങ്ങൾ. ഈ താപനിലയിൽ ചൂട് ലഭിക്കാൻ വേഗത്തിൽ കത്തുന്നതും സാവധാനം കൂടുതൽ ചൂട് തരുന്നതുമായ ഇന്ധനങ്ങൾ വേണം. പ്രധാന ഇന്ധനം: നല്ല ഉണങ്ങിയ വിറക്, ചിരട്ട, ഉണങ്ങിയ തെങ്ങിൻ മടലുകൾ. ചിരട്ട വളരെ പെട്ടെന്ന് ഉയർന്ന താപനില നൽകാൻ മികച്ചതാണ്. പുകയ്ക്കാനും കനലിനും ഈർച്ചപ്പൊടി, സോഡസ്റ്റ്, ഉമി, റൈസ് ഹസ്ക്, ചാണകവരട്ടി, ഉണങ്ങിയ ഇലകൾ. മൂടാൻ: ചൂട് പുറത്തു പോകാതിരിക്കാൻ പഴയ ടിൻ ഷീറ്റ്, കേടുവന്ന വലിയ മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ നനഞ്ഞ മണ്ണ്, ചാരം.